ആ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സഹോദരൻ സമാധാനമുണ്ടോ? ഏത് കാട്ടാളനാണ് എന്നാലോചിച്ചു നോക്കി. എത്ര വലിയ ഹൃദയം കടുത്തുപോയ ആളാണെങ്കിലും അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് തിരിഞ്ഞു നോക്കുമ്പോ, പെട്ടിയുമായി കടന്നു പോകുമ്പോ അവസാനമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോട്ടമില്ലാത്ത ആരുമുണ്ടാവൂല. ആ തിരിഞ്ഞു നോക്കിയിട്ട് മുഖമിങ്ങ് ധരിക്കുമ്പോ നിറയാത്ത കണ്ണുകളില്ല ഉമ്മ, നിറന്നൊഴുകാത്ത കണ്ടടങ്ങളില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അവര് കരന്നുകൊണ്ട് കൈലേസ് കൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട അവരാ എയർ കണ്ടീഷണർ റൂമിലേക്ക് കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിരഹത്തിന്റെ വിഷമത്തിന്റെ ദുഃഖം അത് പറ്റൂല. അങ്ങനെ കടന്നുപോയി ഫ്ലൈറ്റിന്റെ ടൈം എടുക്കുമ്പോ എന്റെ നാട്ടിൽ നിന്നും ഇതാ പറന്നുയരുകയാ. ആ ഫ്ലൈറ്റ് എത്തി. ഫ്ലൈറ്റിലേക്ക് അവൻ കയറിയിരിക്കുമ്പോഴും ബസ്സൊന്നും അറിയിട്ടില്ല. ജീവിതത്തിന്റെ അഭിലാഷമായിരുന്നു ഫ്ലൈറ്റിലൊന്ന് കയറണം. പക്ഷേ ആ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോഴും കുടുംബക്കാരുടെ ചിന്തയാ, പൊന്നുമക്കളുടെ സംസാരത്തിന്റെ കലപിലാ ശബ്ദമാ, നിന്റെ സിൽക്കാര ശബ്ദമാ. ഉമ്മ നിങ്ങളുടെ നല്ല വർത്തമാനമാ. ഉമ്മ ഉപ്പാ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മകൻ സംസാരിച്ച സംസാരങ്ങളാ പരിസരത്ത് ഇങ്ങനെ അകമ്പടിയായി വരുന്നത്. ഓർക്കണേ. ആ ഫ്ലൈറ്റിലിരിക്കുമ്പോ, ആ ഫ്ലൈറ്റിൽ അങ്ങനെ പറന്നു പോകുമ്പോ അതാ പച്ചപ്പ് കാണുമ്പോ പിന്നെയും രണ്ടു തുള്ളി കണ്ണുനീര്. എന്റെ കുടുംബക്കാരെ നിങ്ങളോട് വിടാ. കാരണം ഞാൻ പോകുന്നത് പ്രവാസത്തിൽ സുഖിക്കാനല്ല, നിങ്ങൾക്ക് സന്തോഷിക്കാരാ. എന്റെ സന്തോഷങ്ങളൊരു മെഴുകുതിരി പോലെ പ്രയാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രവാസിയെ ഊഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം മെഴുകുതിരിയാ. ഒരു പ്രവാസിയെ ദുനിയാവിൽ ഊഹിക്കാൻ പറ്റുമെങ്കിൽ പല കവികളും കഥാകൃത്തുകളോ പല ചരിത്രകാരന്മാരും പല സാഹിത്യകാരന്മാരോ മെഴുകുതിരിയെ പെരുമാറിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, ആവിഷ്കവൽക്കരിച്ചിട്ടുണ്ട്, പല അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സദസ്യരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, ഒരു മെഴുകുതിരിയെ ഉപമിക്കാൻ പറ്റുന്നത്, ഏറ്റവും സൂട്ടാകുന്നത്, യോജിക്കുന്നത് ഒരു പാവപ്പെട്ട പ്രവാസിയോടാ. കാരണം അവന്റെ യുവത്വമേ, അവന്റെ ഊർജ്ജസ്വലതയുള്ള സമയമേ, അവന്റെ കരുത്തുറ്റ സമയമേ, അവന് രോഗങ്ങളില്ലാത്ത സമയമേ, അവന് കുടുംബത്തിന്റെ പരിസരത്തുകൂടി സന്തോഷിച്ച് ുള്ള സമയമേ. ആ സമയമാണ് മെഴുകുതിരി ഉരുകുന്നത് പോലെ അതാ കണ്ണെത്താ ദൂരത്ത് കടലിലക്കര പ്രയാസങ്ങളുടെ നടുവിൽ ചെലവഴിച്ചുകൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാനല്ലയോ, നിന്റെ മക്കളെ ഊട്ടിക്കാനല്ലയോ, പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലയോ കടമയും കടപ്പാടും പറഞ്ഞാ തീരാത്തതാ പെങ്ങളെ.